ബാക്ക് ടു Xylem Learning. Anatomies ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലേ? അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് വൺ ബൈ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മിസ് വന്നിരിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ റീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് തരത്തിലുള്ള തെർമോമീറ്റർ ഉണ്ട്. ഒന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും അതുപോലെ തന്നെ മറ്റൊന്നാണ് ലബോറട്ടറി തെർമോമീറ്ററും. ഈ രണ്ട് തെർമോമീറ്ററും അത് തമ്മിലുള്ള സിമിലാരിറ്റീസ് അവ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത മക്കൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കാണുക, അതിനനുസരിച്ച് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ജസ്റ്റ് ലബോറട്ടറി തെർമോമീറ്ററെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്തിനാണ് ശരിക്കും നമ്മൾ ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, നമുക്കറിയാം ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മളല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് the device used to measure the temperature of other object is called a laboratory thermometer. ഇനി അതിന്റെ ആ ഒരു റേഞ്ച് എങ്ങനെയാണ്? യെസ്, -10°C തൊട്ടിട്ട് 110°C വരെയാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു റീഡിങ്ങിന്റെ റേഞ്ച് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അറിയാം. അതിന്റെ ഒരു എൻഡിൽ എന്താണ് ബൾബ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ബൾബിന്റെ ഉള്ളിൽ നമ്മൾ ഏത് ലിക്വിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്? ഒന്നെങ്കിൽ എന്താണ് മക്കളെ, ആൽക്കഹോൾ, അതായത് കളേർഡ് റെഡ് ടു മേക്ക് ഇറ്റ് ഈസിലി സീൻ, അതായത് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ആൽക്കഹോൾ ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് മെർക്കുറി ആയിരിക്കും അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെർക്കുറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ബോഡി ടെമ്പറേച്ചറിനനുസരിച്ച് ആ മെർക്കുറിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ആ ഒരു ലിക്വിഡിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഡിങ് എടുക്കുന്നതും ആ ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നതും. ഓക്കെ, അപ്പോൾ എനിവേ ലബോറട്ടറി തെർമോമീറ്ററെ പറ്റി ഒരു ഐഡിയ കിട്ടി. ഇനി എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നമ്മൾ ഈ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയിട്ട് തന്നെ എന്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? യെസ്, ഒരു ബീക്കർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ബീക്കറിൽ നമ്മൾ എന്താണ് വാം വാട്ടർ ആണ് വെച്ചിട്ടുള്ളത്. ആ വാം വാട്ടറിൽ നമ്മൾ ഇതാ ലബോറട്ടറി തെർമോമീറ്റർ കുത്തനെ, അതായത് ചെരിച്ചിട്ടല്ല, നേരെ കുത്തനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെർട്ടിക്കലി ആയിട്ടാണ് നമ്മൾ ആ ഒരു തെർമോമീറ്റർ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി തെർമോമീറ്റർ റീഡിങ് എടുക്കുമ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ അത് കുത്തനെ ആയിരിക്കണം. അതിങ്ങനെ ചെരിഞ്ഞ് നിങ്ങൾ പ്ലേസ് ചെയ്യരുത്, നേരെ കുത്തനെ തന്നെ നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് നിങ്ങൾ കുത്തനെ പിടിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഭാഗം അവിടെ നമുക്ക് ബൾബ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ ബീക്കറിന്റെ യാതൊരുവിധ ഭാഗവുമായിട്ട് ഒരു ടച്ചും വരരുത്. അതേസമയം ഏത് ഒബ്ജക്റ്റ്, ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, വാം വാട്ടർ ആണല്ലേ, ആ വാം വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം, മുങ്ങിയിരിക്കണം. അതേസമയം അതിൻ്റെ ആ ഒരു ബീക്കറിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ അത് ടച്ച് ചെയ്യാനോ ഒന്നും പാടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ റീഡിങ് എടുക്കുമ്പം ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ണിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റീഡിങ് എടുക്കാൻ. അല്ലാതെ നമ്മൾ ചെരിഞ്ഞോ അല്ലെങ്കിൽ റീഡിങ് നമ്മൾ എക്സാക്റ്റ് നമ്മുടെ കണ്ണിൻ്റെ നേരെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അല്ലാതെ നമ്മൾ ദൂരോട്ട് പോയിട്ട് എത്തി വലിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ എടുക്കാതിരിക്കുകയോ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? വെൻ ദ തെർമോമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഇറ്റ്സ് ബൾബ് ഷുഡ് നോട്ട് ടച്ച് ദ ബോട്ടം ഓർ സൈഡ് ഓഫ് ദി ബീക്കർ. അതായത് ബീക്കറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ബോട്ടത്തിലോ നമ്മുടെ ബൾബ് എന്ന് പറയുന്ന പോർഷൻ ടച്ച് ചെയ്യരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് എന്താണ്? ദ തെർമോമീറ്റർ ഷുഡ് ബി ഹെൽഡ് വെർട്ടിക്കലി. അത് ചെരിഞ്ഞൊന്നും കാണരുത്, നേരെ മറിച്ച് വെർട്ടിക്കലി വേണം നമ്മളത് പ്ലേസ് ചെയ്യാൻ. മൂന്നാമത് പറയുന്നത് ദ ടെമ്പറേച്ചർ മസ്റ്റ് ബി റീഡ് വൈൽ ദ തെർമോമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. അതായത് നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുന്ന ആ ഒരു സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആ ഒരു മെർക്കുറിയുടെ ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ് എടുക്കണം. അല്ലാതെ ആ ഒരു വാട്ടറിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾ കണ്ണിൻ്റെ നേരെ വെച്ചിട്ട് നോക്കിയാലും അതിൻ്റെ റീഡിങ് തെറ്റായിരിക്കും. ഏത് ഒബ്ജക്റ്റിൻ്റെ ആണോ നമുക്ക് ടെമ്പറേച്ചർ അറിയേണ്ടത് ആ ഒബ്ജക്റ്റിൽ തന്നെ പ്ലേസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ലബോറട്ടറി തെർമോമീറ്റർ റീഡിങ് എടുക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ വൈൽ റീഡിങ് ദ തെർമോമീറ്റർ ദ ഐ ഷുഡ് ബി ഡയറക്ട്ലി ഇൻ എ ലൈൻ വിത്ത് ദ ലെവൽ ഓഫ് ദി ലിക്വിഡ് കോളം ടു ബി റീഡ്. ഓക്കെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കണ്ണ് നേരെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. യെസ്, നമ്മൾ
ഈ പറയുന്ന റീഡിംഗ് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലബോറട്ടറി തെർമോമീറ്റർ എന്താണെന്നും അതുപോലെ തന്നെ അവയിൽ നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുമാണ് ഇന്ന് മിസ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ക്ലിനിക്കൽ തെർമോമീറ്ററെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ 6 CBSE പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എനിവേ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു സോ much and all the very best. Bye bye.